ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഇറച്ചിക്കറിൻ്റെ റെസിപ്പിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 1/2 കിലോ ഇറച്ചി വേണം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 2 ടീസ്പൂൺ, ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ. നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിലാണ് ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത്. നമുക്ക് 1/2 കിലോ ഇറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുക്കറിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഇറച്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെയാണ് ചേർത്തെടുക്കേണ്ടത്. പിന്നെ ചേർത്തെടുക്കുന്നത് മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സെയിം എമൗണ്ടാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി അതിൻ്റെ ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പിന്നെ ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. കൈ ഉപയോഗിച്ച് ചെയ്യാൻ കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇറച്ചിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെള്ളം നിൽക്കുന്ന ആ പരുവത്തിൽ മതി വെള്ളം. അങ്ങനെ ലെവൽ ചെയ്ത് നിന്നാൽ മതി. കുറച്ച് വെള്ളം എന്തായാലും നമ്മൾ ഇറച്ചി കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാവും. എന്നാലും കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ വിനാഗിരിയാണ് പിന്നെ ഒഴിച്ചെടുക്കുന്നത്. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ ഇറച്ചി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് കുക്കർ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു വിസിൽ വരുന്നവരെ അടച്ചു വെച്ചിട്ട് വേവിക്കണം. എന്നിട്ട് വിസിൽ വന്ന ശേഷം നമുക്കൊന്ന് അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കണം. അരമണിക്കൂർ മുതൽ 40 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഫസ്റ്റത്തെ വിസിൽ വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ വിസിൽ വരാറായിട്ടുണ്ട്. വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് സ്ലോ ആക്കി കൊടുക്കാം. ഫ്രഷ് ഇറച്ചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വിസിൽ വന്ന ശേഷം അരമണിക്കൂർ മതി. വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 40 മിനിറ്റ് വേണ്ടി വരും. നമ്മൾ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പാത്രം ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഇറച്ചി വന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല, നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റ് ആയിരുന്നു. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കറി ഒന്ന് നന്നാക്കി എടുക്കണം. അതിനായിട്ട് സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാള ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സാധാരണ കറിക്ക് ചെയ്യുന്ന പോലെ വഴറ്റിയെടുക്കല്ല ചെയ്യുന്നത്. ഇതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ പുട്ടുകുറ്റിയിലാണ് ആവി കയറ്റിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ച് ചെയ്താലും മതി. പക്ഷേ കുറച്ചും കൂടി എളുപ്പം എനിക്ക് തോന്നുന്നത് പുട്ടുകുറ്റിയിൽ ചെയ്യുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പുട്ടുകുറ്റിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആവി കയറ്റി കിട്ടും. മുഴുവൻ സവാള നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതെടുക്കുന്നുണ്ട്. ഇപ്പം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം നല്ലൊരു താഴോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പുട്ടൊക്കെ എടുക്കുന്ന മാതിരി പെട്ടെന്ന് എടുക്കരുത്. അതിൽ വെള്ളം വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കൈയും കാലൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചെടുക്കുക. നമ്മൾ സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായാൽ അതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ല ചൂടാകാൻ പാടില്ല. അപ്പം നമുക്ക് കുരുമുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴേക്കും നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ ഇഞ്ചി അരച്ചത് കുറച്ച് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം, ഏകദേശം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അതും കുറച്ച് 1 ടീസ്പൂൺ ഏകദേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് ഇട്ടെടുക്കുന്നത്. പച്ചമുളക് നമ്മൾ നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അധികം മസാലകളും പൊടികളൊന്നും ഇല്ല ഇതിൽ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ കറി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ആവി കയറ്റി വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല, നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് അധികം വഴറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നാൽ മതി.
ചെറുതായിട്ട് നമുക്ക് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. സവാള നമുക്ക് അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വഴറ്റി കൊടുത്താൽ മതി. ഇത് കുറച്ചൊന്ന് ആവി കയറ്റിയതായതുകൊണ്ട് ഓൾറെഡി തന്നെ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഇറച്ചീൻ്റെ ചാറ് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളില്ലാതെ ചാറ് മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് കറിയിലെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ നമ്മൾ കുക്ക് ചെയ്യുന്നത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എടുത്ത് വെച്ച കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കഷ്ണങ്ങൾ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. 15 മിനിറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കറി നമ്മളുടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഞാൻ പത്തിരിക്കുള്ള കറി ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് വെള്ളം വറ്റിക്കാതെ. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ കറി പത്തിരിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.